ഒരു ജീവിതകാലം മുഴുവൻ പള്ളിയിൽ പോവുകയും അച്ഛന്മാർ പറയുന്ന കൂദാശ അനുഷ്ഠിക്കുകയും ചെയ്തെന്ന് കരുതി നിങ്ങൾ രക്ഷപ്പെടുകയില്ല. യേശുക്രിസ്തു വന്നത് പാപിയെ സകല മനുഷ്യൻ്റെയും രക്ഷയ്ക്ക് വേണ്ടിയാണ്. നിങ്ങൾ വ്യക്തിപരമായിട്ട് ദൈവത്തിൻ്റെ വിഷയത്തിൽ ദൈവവുമായി ഒരു ബന്ധം സ്ഥാപിച്ചില്ലെങ്കിൽ, അതിന് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ, നിങ്ങളുടെ പള്ളിപ്പോക്ക് ശവാടക്ക് വരെയുള്ള കാര്യങ്ങൾ നടക്കുന്നതിന് അത്ര ഉപകരിക്കുകയുള്ളൂ. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വിട്ടുകഴിഞ്ഞാൽ ആത്മാവ് നിത്യമായ നരകത്തിൽ പോകാതിരിക്കണമെങ്കിൽ ദൈവം പാപിയെ രക്ഷിക്കാൻ വന്ന യേശുക്രിസ്തു ദൈവം മനുഷ്യനായി അവതരിച്ചത് ഗോഡ് വാസ് മാനിഫെസ്റ്റഡ് ഇൻ ദ ഫ്ലഷ്. ആ ദൈവവുമായി നിങ്ങളൊരു ഉടമ്പടി ഉണ്ടാക്കിയേ സാധിക്കുകയുള്ളൂ. ദൈവവുമായിട്ടൊരു ഉടമ്പടി നിങ്ങൾ ഉണ്ടാക്കണം. അതിനെയാണ് യേശുക്രിസ്തു പറഞ്ഞത്, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല എന്ന്. ജഡത്തിൽ നിന്ന് ജനിച്ചത് ജഡമാകുന്നു, അഥവാ മാംസത്തിൽ നിന്ന് ജനിച്ചത് മാംസമാകുന്നു. നിങ്ങൾ അപ്പനും അമ്മയിൽ നിന്ന് ജനിച്ചത് മാംസമാണ്, ഒരു ശരീരമാണ് നിങ്ങളിപ്പോൾ. എന്നാൽ ആത്മാവിൽ നിന്ന് ജനിച്ചത് ആത്മാവാകുന്നു. ചോദ്യം ഇതാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവുന്നു, ദൈവം ആത്മാവാകുന്നു. ആ പരിശുദ്ധാത്മാവിൽ നിന്ന്, ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്ന് നിങ്ങൾ വീണ്ടും ജനിച്ചിട്ടുണ്ടോ? അതെങ്ങനെയാണ്? അതാണ് ദൈവവുമായി ഉടമ്പടി ഉണ്ടാക്കാമെന്ന് പറഞ്ഞത്. യേശുവിനെ കൈക്കൊണ്ട്, യേശുവിനെ കർത്താവായി സ്വീകരിച്ച് അവിടുത്തെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം നൽകി. അഥവാ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് പിതാവിൻ്റെ ഇഷ്ടത്തിനായി സമർപ്പിക്കുക എന്ന ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു തീരുമാനമെടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നിങ്ങളുടെ രക്ഷയ്ക്ക് ആധാരമായിരിക്കുന്നത്. അല്ലാതെയുള്ള പള്ളിപ്പോക്ക് കൊണ്ട് കല്യാണം നടത്താനും ശവാടക്കനും വരെയും മറ്റു പല കാര്യങ്ങൾ സോഷ്യലായിട്ടുള്ള ആക്ടിവിറ്റീസിന് നടക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അന്ധനെ നയിച്ചാൽ ഇരുവരും കുഴിയിൽ പോകും. അല്ല നിങ്ങൾക്ക് തോന്നിയ പോലെ ജീവിച്ച്, ഉദാശ അനുഷ്ഠിച്ച് ജീവിച്ച്, നിങ്ങൾക്ക് തോന്നിയ പോലെ പാപങ്ങൾ ചെയ്തിട്ട് മരിച്ചു കഴിയുമ്പോൾ കാശ് മേടിച്ച് കുർബാന എരിയാൽ ഒരു ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി പിന്നീട് മക്കളും മക്കളുടെ മക്കളും കുർബാന ചെല്ലിച്ചാലും അച്ഛന് കാശ് കിട്ടുമെന്നല്ലാതെ നിങ്ങൾക്ക് യാതൊരു കാശിൻ്റെ പ്രയോജനം കിട്ടുകയില്ല. ഒരിക്കലും മരിക്കുക, പിന്നെ ന്യായവിധിയും നിങ്ങൾക്ക് തീരുമാനിച്ചിരിക്കുന്നു ദൈവം. അപ്പോൾ ദൈവം നിങ്ങളുടെ ആത്മാവ് വിട്ടു കഴിഞ്ഞാൽ അന്നേരം തന്നെ ആ ധനവാൻ്റെ കാര്യം ഓർക്കുക. ആ ധനവാൻ, കർത്താവ് പറഞ്ഞ ആ ധനവാൻ ലാസറിൻ്റെയും കാര്യത്തിൽ ധനവാൻ്റെ ആത്മാവ് വിട്ടപ്പോൾ അവനെ പാതാളത്തിലേക്ക് അവൻ്റെ ആത്മാവ് പോയി അവിടെ വളരെ യാതനകൾ, പീഡകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ദൈവത്തിൻ്റെ ന്യായവിധിക്ക് ശേഷം അവൻ നിത്യമായ തീ നരകത്തിലേക്ക്